ഹലോ ഹായ് നമസ്കാരം ചേട്ടാ. ഈ കഴിഞ്ഞ ദിവസം കൺവിൻസിങ് സ്റ്റാർ പുരസ്കാരം കിട്ടിയല്ലോ നമ്മുടെ സുരേഷ് കൃഷ്ണ. എങ്ങനെയുണ്ടായി അറിഞ്ഞപ്പോ? സന്തോഷം. കാരണം കരിമാടിക്കുട്ടൻ സിനിമ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കട്ട ഫാനാണ്. നല്ല ആക്ടറാണ്. ഒരുപാട് വേഷം കോമഡി ചെയ്യും, വില്ലൻ ചെയ്യും. നമ്മൾ ഈ അടുത്ത് കുറെ റിയാസ് ഖാന്റെ അടിച്ചു കയറി വെക്കിയ ശേഷം ഇപ്പൊ കൺവിൻസിങ് സ്റ്റാർ ആണ് സോഷ്യൽ മീഡിയയിൽ ട്രോളായി വരുന്നത്. ഗംഭീരം, അടിപൊളി. അറിഞ്ഞപ്പോ ഇപ്പോ ക്രിസ്ത്യൻ പ്രദേശം കുറെ സിനിമകളും പഴശ്ശിരാജ പോലത്തെ സിനിമകളിലൊക്കെ സീൻസ് ഒക്കെ എടുത്ത് എന്ത് തോന്നി? നല്ലൊരു ആക്ടറാണ്. അതിലുപരി നല്ല നല്ല വേഷങ്ങൾ ഇനിയും വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ. മമ്മൂക്കാടെയും ലാലേന്റെ കൂടെ ഒപ്പം സുരേഷന്റെ ഈ അടുത്ത് മറ്റേ സൂപ്പർ സിന്ദഗി കണ്ടായിരുന്നോ? അത് നല്ലൊരു മൂവിയാണ്. എന്റെ സുഹൃത്ത് അലിൻ ജോസ് പെരേര കണ്ടിട്ട് നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണല്ലേ. പിന്നെ സുരേഷ് കൃഷ്ണനെ പറ്റി എന്താ ഒരു പ്രേക്ഷകരോട് പറയാനുള്ളത്? നല്ലൊരു നടൻ, നല്ലൊരു ആക്ടറാണ്. പുള്ളി ഏതൊക്കെ ടൈപ്പ് വേഷങ്ങളാ പുള്ളി ചെയ്യാറ്? വില്ലൻ ചെയ്യും, നായകൻ ചെയ്യും. നായകനോ? കോമഡി ചെയ്യും. കണ്ടിട്ടില്ല. കണിച്ച് കുളങ്ങര CBI എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഉണ്ട്. ആണോ? അങ്ങനെ 1-2 സിനിമകളൊക്കെ നായക വേഷം പോലത്തെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയില് കോമഡി, സൂര്യൻ അങ്ങനെയുള്ള കുറെ സിനിമകളൊക്കെ നല്ല പ്രധാനമുള്ള വേഷം ചെയ്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന പൃഥ്വിരാജ് കുമാറിന്റെ മൂവിയില് എന്തോ കോമഡി ചെയ്തു. കോമഡി ട്രെൻഡ് ചെയ്തു. പുള്ളി റിയൽ ലൈഫിൽ കുറച്ച് സീരിയസ് എന്നാ കേട്ടേക്കണേ. എന്താ അഭിപ്രായം? അതിനെ കുറിച്ച് എനിക്കറിയാം. റിയൽ ലൈഫിനെ കുറിച്ച് നമുക്ക് അറിയില്ല. സിനിമയിൽ എന്തായാലും പുള്ളിയുടെ പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു പറയാം. അപ്പൊ ഇപ്പൊ കൺവിൻസിങ് സ്റ്റാർ പുരസ്കാരം കിട്ടി. അപ്പോ എന്തായാലും അടിച്ചു കയറി വാക്കിയ ശേഷം പുള്ളി ഇപ്പൊ തരംഗമാണ്. എന്താണ് ഇനി പറയാനുള്ളത്? ഇനി അടുത്ത ആരായിരിക്കും? ഇനി നമ്മുടെ മനോജ് കെ ജയൻ ചെന്നായിരിക്കും ഇനി ഇങ്ങനെ ആണല്ലേ. ഒരു അസുരവംശം സിനിമയ്ക്ക് ഇപ്പൊ ആൾക്കാർ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അസുരവംശമല്ലേ പടം. ഈ ട്രോളന്മാരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ നമ്മളെ അലിൻ ജോസ് പെരേര, സന്തോഷ് വർക്കി, അഭിലാഷ് ആട്ടായം എന്നിവരെ ട്രോളിയും അടുത്തോണ്ടായിരിക്കും ഇപ്പൊ നായകന്മാരെ ട്രോളന്മാര് നല്ലതല്ലേ? കാരണം അവരുള്ളതുകൊണ്ടല്ലേ പലരും പ്രശസ്തിയിലേക്ക് ഉയർന്നു വരുന്നത്. കാരണം അവരോട് നന്ദിയും കടപ്പാടും ഉണ്ട്. എന്നാലും സന്തോഷം അഭിലാഷ്. സന്തോഷം. ബൈ.